കണ്ണൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണം കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണെന്നാണ് സൂചന. മകളായ ഹിമ, കണ്ണൻ എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം കലാധരനും അമ്മ ഉഷയും ജീവനൊടുക്കിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മുറിയിൽ നിന്ന് കീടനാശിനി കുപ്പി കണ്ടെത്തിയിട്ടുണ്ട്. 4 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പയ്യന്നൂരിൽ നിന്ന് രജീഷ് കുളങ്ങര ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രജീഷ്, ആത്മഹത്യ തന്നെയാണോ പോലീസിന്റെ നിഗമനം? എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാമന്തളി സെന്റർ വടക്കുംപാട് റോഡിന് സമീപം താമസിക്കുന്ന കോയിത്തട്ട താഴത്തെ വീട്ടിൽ ഉഷ, ഇവരുടെ മകൻ കലാധരന്റെ മക്കളായ ഹിമ, കണ്ണൻ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കലാധരനെയും അമ്മ ഉഷയെയും കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച നിലയിലും മക്കൾ 2 പേർ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെ മരിച്ച ഉഷയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് മൃതദേഹങ്ങൾ കണ്ടത്. മക്കൾക്ക് വിഷം നൽകി കലാധരനും ഉഷയും തൂങ്ങിമരിച്ചതാണ് എന്നാണ് സംശയിക്കുന്നത്. മൃതദേഹങ്ങൾ കിടന്ന മുറിയിലെ മേശയുടെ മുകളിൽ നിന്നും മദ്യക്കുപ്പിയും കീടനാശിനിയുടെ കുപ്പിയും പാലും കണ്ടെത്തിയിരുന്നു. ഒരു ആത്മഹത്യാക്കുറിപ്പും ഈ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കലാധരനും ഭാര്യ നയൻതാരയും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത് എന്നാണ് അറിയുന്നത്. കുറച്ചു കാലമായി ഇവർ അകന്ന് കഴിയുകയുമാണ്. കുടുംബ കോടതിയിൽ കേസും ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കുടുംബ കോടതിയിൽ കേസും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കലാധരന്റെ കൂടെ താമസിക്കുന്ന മക്കളെ അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധി ഉണ്ടായിരുന്നു എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് കലാധരന്റെ ഭാര്യ മക്കളെ ആവശ്യപ്പെട്ട് പലതവണ വിളിച്ചതായി കലാധരന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. കുട്ടികളെ വിട്ടു നൽകാത്തതിനെ തുടർന്ന് നയൻതാര കണ്ണൂർ ക്രൈംബ്രാഞ്ചിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായി പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അതിദാരുണമായ സംഭവം നടന്നത്. രാത്രി വീട്ടിലെത്തിയ കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനാണ് മുറിയിൽ മൃതദേഹങ്ങൾ കണ്ടത്. മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ വീട്ടിലെത്തിക്കും. ശരി, രജീഷ് കുളങ്ങരയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.